വസതിയിൽ നിന്നും പണക്കെട്ട് കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇംപീച്ച്മെന്റ് നടപടികളുടെ ഭാഗമായി അന്വേഷണ സമിതി പ്രഖ്യാപിച്ചു. സുപ്രീംകോടതി ജഡ്ജി അരവിന്ദ് കുമാർ ഉൾപ്പെടെ 3 അംഗങ്ങൾ അടങ്ങുന്നതാണ് അന്വേഷണ സമിതി. ബി ബാലഗോപാൽ ചേരുന്നത്. ബാലു, വലിയ തോതിൽ ജുഡീഷ്യറിലും പുറത്തും ചർച്ച ചെയ്യപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ച് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ഉൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിലെ ഏറ്റവും സുപ്രധാനമായ ഘട്ടത്തിലേക്ക് ഇപ്പോൾ സ്പീക്കർ കടന്നിരിക്കുന്നത്. ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഒരു 3-അംഗ സമിതിക്ക് സ്പീക്കർ ഓം ബിർള ഇന്ന് രൂപം നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ സമിതിക്ക് സുപ്രീം കോടതി ജഡ്ജി അരവിന്ദ് കുമാർ, അതുപോലെ തന്നെ മദ്രാസ് ഹൈക്കോടതി ജഡ്ജി മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് MM ശ്രീവാസ്തവ, കർണാടക ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനും അതായത് ഭരണഘടനാ കൂടിയായ BV ആചാര്യ എന്നിവരാണ് ഈ സമിതിയിൽ, അന്വേഷണ സമിതിയിലുള്ളത്. ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഇംപീച്ച്മെന്റ് പ്രമേയവുമായി ബന്ധപ്പെട്ട റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് ലോക്സഭാ സ്പീക്കർ ഇന്ന് വ്യക്തമാക്കിയത്. നേരത്തെ സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതി ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അക്കാലത്ത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്ന ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണം എന്ന ഒരു ശുപാർശ രാഷ്ട്രപതിക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കും കൈമാറിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഇംപീച്ച്മെന്റ് നടപടികളിലെ ആദ്യ ഘട്ടം എന്ന നിലയിൽ പ്രമേയം അവതരിപ്പിക്കുകയും തുടർന്ന് 3-അംഗ അന്വേഷണ സമിതിക്ക് രൂപം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും ബാക്കി തുടർ നടപടികൾ പാർലമെന്റിൽ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. പണക്കെട്ട് കണ്ടെത്തിയ സംഭവത്തിലാണ് ഗൗരവതരമായ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. ഇംപീച്ച്മെന്റ് നടപടികളുടെ ഭാഗമായി അന്വേഷണ സമിതിയെയും निम्नलिखित प्रस्ताव की सूचना प्राप्त हुई है, जिसमें भारत के राष्ट्रपति को माननीय इलाहाबाद उच्च न्यायालय के वर्तमान न्यायाधीश न्यायमूर्ति यशवंत वर्मा को न्यायाधीश जांच अधिनियम 1968 की धारा സുപ്രീം കോടതി ജഡ്ജി അരവിന്ദ് കുമാർ ഉൾപ്പെടെ 3 അംഗങ്ങൾ അടങ്ങുന്ന അന്വേഷണ സമിതിയും നിയോഗിക്കുകയാണ്. ലോക്സഭയിൽ നിന്നുള്ള നടപടിക്രമങ്ങളാണ് കണ്ടത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.